അദ്ദേഹത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഫോൺ എടുത്താൽ മതി. അസുഖമല്ലാതെ ആരോടെങ്കിലും കാര്യം പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം കൂടെ കൂട്ടിഘടിപ്പിക്കാൻ സാധ്യമാകുന്നില്ല. പക്ഷേ ഈ കഥകൾ റഷ്യക്കാർ തന്നെയാണ് പുറത്തു വിട്ടത് ആദ്യം. അവരുടെ ഇടയിൽ തന്നെയുള്ള സംസാരങ്ങൾ ഒക്കെ പുറത്തു വരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരന്വേഷണവും നടത്തിയില്ല. അന്നും നടത്തിയില്ല, ഇന്നുമില്ല. ഈ സംഭവത്തിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടാവാം, റഷ്യയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടാവാം. ലാൽ ബഹദൂർ ശാസ്ത്രി കരുത്തനായ ഒരു നേതാവാണ്, വിട്ടുകൊടുക്കുന്ന ആളല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഇങ്ങനെ വിടാൻ പറ്റില്ല എന്നൊരു തോന്നൽ അമേരിക്കയ്ക്കും ഉണ്ടാവും, റഷ്യയ്ക്കും ഉണ്ടാവും. അവരാരെങ്കിലും CIA ആവാം, KGB ആവാം. വിഷം കൊടുത്തോ അല്ലാതെയോ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊന്നുകളഞ്ഞെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല. പിന്നെയുള്ളത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസാണ്. മോശക്കാരൊന്നുമല്ല, ഒട്ടും മോശക്കാരല്ല.